ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചിക്കൻ പാർട്സ് വരട്ടിയത് ഉണ്ടാക്കാം. അതിനായി നമ്മൾ കുക്കറിക്ക് കഴുകി ചെറുതായി അരിഞ്ഞിട്ടിടണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നല്ലോണം 2 വിസിലടിക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസിനായിട്ട് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പിന്നെ കുരുമുളകും ജീരകവും ചതച്ചത്, പിന്നെ ഉള്ളി, തക്കാളി, മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പില വേണം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിടുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ കരിവേപ്പില, തക്കാളി, ഉള്ളി, മുളക് അതൊക്കെ നല്ലോണം ഒന്ന് ഇട്ടിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല മൂത്ത് വരണം കേട്ടോ. പിന്നെ ഈ കുരുമുളക് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. എന്നിട്ട് നല്ലോണം ഇതായി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇളക്കി നല്ലോണം സെറ്റാവില്ല, ഇട്ട് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാനും കുറേ ഇളക്കിയിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ടൈം വെറുതെ പോവാൻ ഞങ്ങൾ റംബുട്ടാനും തിന്നു, മാങ്ങയൊക്കെ തിന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ അത് തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റംബുട്ടാൻ്റെ സീസണല്ല, അപ്പോൾ കടയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി, അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നടുവിലിട്ട് അതിൻ്റെ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നടുവിലിട്ട് മൂപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അതൊക്കെ മൂത്ത് വരുമ്പോഴാണ് നമ്മളെ കുക്കറത്തെ സാധനം തുറന്നിട്ട് അതിനകത്തേക്ക് ഇടേണ്ടത്. എന്നിട്ടത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സാധനം എങ്ങനെയാണ്, വലിയ കളറൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ വറ്റിച്ചെടുക്കണം. എല്ലാം ഇടുക. ലാസ്റ്റ് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഒക്കെ അടി പിടിച്ച് ഒന്നങ്ങാണ്ട് ചാടിപ്പോയി താഴത്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ കുരുമുളകും പിന്നെ എന്തോ ഒരു സാധനം പൊടിച്ചില്ലേ, അത് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.